പകലുകളായി തീമൊഴികൾ അഴലലകൾ നിറമിഴികൾ അണയും മുമ്പേ രാവണയും മുമ്പേ വിട ചൊല്ലി നീ പിരിയുകയോ വിട ചൊല്ലി നീ പിരിയുകയോ രാവണയും മുമ്പേ രാവണയും മുമ്പേ പ്രിയ എന്തേ പറ. നമ്മുടെ മോള് മോള് എന്റെ പ്രിയ, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞതാ ഇങ്ങനെ ഉച്ചക്ക് പോത്തുപോലെ കിടന്നുറങ്ങല്ലേന്ന്. നിന്റെ കാര്യം പറഞ്ഞ വലിയ കഷ്ടാ. നിന്റെ അമ്മയുടെ ഒരു കാര്യം, ഇങ്ങനൊരു പേടിത്തൊണ്ടി. അമ്മുക്കുട്ടി പേടിച്ചേ. ഇത്രയുള്ളൂ നിന്റെ കാര്യം. അതെ, എന്നൊക്കെ ഇങ്ങനെ പൂവെടുത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ മല്ലിയുടെ കച്ചവടം പൂട്ടും. ശരി ശരി അമ്മ ദുട്ടടെ സീക്രം ആട്ടെ. ഇതേ ചുമ്മാ തന്നെ സാധനമല്ല, ഇതൊത്തിരി വിലയുള്ളതാ. അടി രാസാത്തി. ഓ വാടി കാന്താരി. ശരി. ഓ വന്നോ? മഞ്ഞത്തിറങ്ങി പോവരുതെന്ന് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. നല്ല തല്ല വെച്ച് തരണ്ടേ. ഈ അമ്മക്കുട്ടിക്ക് ഒന്നും അറിയില്ല. ഈ അച്ഛേ വെളുപ്പാങ്കാലത്ത് ഒറ്റയ്ക്ക് വിട്ടാ പേടിയാവത്തില്ല. അതിനാ മോളൂട്ടി കൂടെ പോണേ. അമ്പടി, ഇവള് വലിയൊരു ധൈര്യക്കാരി. നിന്നെ ഞാൻ നിക്കവിടെ. കൊണ്ടെങ്കിലേ നന്നായി, അല്ലെങ്കിൽ വിനേട്ടനാ കിട്ടേണ്ടത്. ഓ അല്ലെങ്കിലും അച്ഛൻ മോള് ഒറ്റ കെട്ടല്ലേ. വാ വാ, രണ്ടാളും വന്ന് ചായ കുടിക്കും. ഇത് മുഴുവൻ കഴിഞ്ഞെങ്കിലേ 3 അങ്ങോട്ട് വിട്ടേക്ക്. ഓക്കെ സർ. ബാക്കി വന്നിട്ട് പറയാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി സാറിന് ഓഫീസിലേക്ക് ഒരു കോൾ ഉണ്ടായിരുന്നു. എനിക്കോ? ഞാൻ സാറിന്റെ മൊബൈൽ നമ്പർ കൊടുത്തായിരുന്നു. വിളിച്ചായിരുന്നോ? മൊബൈൽ ഓഫായിരുന്നു. ആരാ വിളിച്ചത്? സ്റ്റേറ്റ്സിൽ നിന്ന് സാറിന്റെ ഫ്രണ്ടാന്നാ പറഞ്ഞത്. നിൽക്ക്. മെയിലിൽ എന്റെ അനുവാദം ഇല്ലാതെ എന്റെ ഫോൺ നമ്പർ ആർക്കും കൊടുത്തേക്കരുത്, മനസ്സിലായില്ലേ? സാർ അത് ഞാൻ സോറി സാർ. ഓക്കെ. എന്നാച്ചു സാർ?
നീ ഇത് എവിടാടാ? നിന്റെ പഴയ മുങ്ങൽ സ്വഭാവം ഇതായിരിക്കും മാറിയിട്ടില്ലല്ലേ? എടാ, നീ വാഗമണിലേക്ക് മാറി വരെ ഒന്ന് വിളിച്ച് അറിയിച്ചുവിടായിരുന്നു. ഞാനിത് എവിടെയൊക്കെ അന്വേഷിച്ചിട്ടാ നിന്റെ ഓഫീസ് നമ്പർ ഒന്ന് ഒപ്പിച്ചതെന്ന് നിനക്ക് അറിയൂ? ഓഫീസിൽ വിളിച്ചപ്പോ നിന്റെ നമ്പർ തരാൻ എന്തൊരു വിഷമാവന്. മൊബൈൽ നമ്പർ ചോദിച്ചപ്പോൾ ആരാ എന്താ എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യലും. നീ എന്താ ഒന്നും മിണ്ടാത്ത? എടാ, അത് എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ? നിന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നത്? അതിവിടുത്തെ ക്ലൈമറ്റ് പിടിക്കാണ്ടാന്ന് തോന്നുന്നു. ചെറിയൊരു കോൾഡ്. പ്രിയ മോളൂട്ടിയൊക്കെ എന്ത് പറയുന്നതാ? അല്ലെങ്കിൽ നീ വാഗമണിലേക്ക് മാറിയ നന്നായി. അവർക്കൊരു ചേഞ്ച് ഒക്കെ ആകുമല്ലോ, എല്ലാം ഒന്ന് മറക്കാൻ. പിന്നെ ഞാൻ ഒരു സർപ്രൈസ് പറയാനാ നിന്നെ വിളിച്ചേ. അങ്ങനെ നീണ്ട 5 വർഷങ്ങൾക്ക് ശേഷം ഈ സാജൻ വല്ലൂക്കാരൻ പിറന്ന നാട്ടിലേക്ക് വരുന്നു. അന്ന് നിന്റെ മോള് മരിച്ചപ്പോ വരാൻ ഒരുപാട് ഞാൻ ട്രൈ ചെയ്തതാ. എടാ, നീ എന്താടാ ഒന്നും മിണ്ടാത്ത? സോറിടാ, ഞാൻ മോളുടെ കാര്യം അറിയാതെ പറഞ്ഞു പോയതാ. ശരിടാ, സംസാരിച്ച് നിന്റെ ശബ്ദം കളയണ്ട. ഇതെന്താ വിനയട്ടെ മഞ്ഞത്ത് വന്ന് നിൽക്കുന്നേ? ഓ, അപ്പോഴേക്ക് സിഗരറ്റ് വലിയും തുടങ്ങി. എന്തു പറ്റി വിനയട്ടെ മുഖം വല്ലാതിരിക്കുന്നേ? സാജൻ വിളിച്ചിരുന്നു, അവൻ നാട്ടിലേക്ക് വരുന്നെന്ന്. പ്രിയേ, എന്താ വിനയേട്ട, ദൈവം നമ്മളോട് മാത്രം ഇങ്ങനെ ക്രൂരത കാട്ടുന്നേ? ഇങ്ങോട്ട് വന്നപ്പോ മോളുടെ സന്തോഷം കൂടി കണ്ടപ്പോ എല്ലാം ഒന്ന് നേരെ പോലെ തോന്നി. എനിക്കിപ്പോ ചെറിയൊരു സന്തോഷം വരുമ്പോ പോലും പേടിയാ വിനയേട്ട. ഒരു പുഴയോളം സന്തോഷം തരുമ്പോ ദൈവം ഒരു കടലോളം ദുഃഖം ബാക്കി വെച്ചിട്ടുണ്ടാവുമെന്ന് തോന്നല. മീനൂട്ടി ഇപ്പോഴും നമ്മുടെയൊക്കെ മുൻപില് ഓടിക്കളിക്കുന്ന പോലെ തോന്നുക. പറ്റിയൊരു കയ്യബദ്ധത്തിന്റെ പേരിൽ വിനയേട്ടൻ ബലി കൊടുക്കാൻ പോകുന്നത് സ്വന്തം മോളെയാണെന്ന് ഓർക്കണം. കയ്യബദ്ധമോ? ചോരയിൽ കുളിച്ചു കിടന്ന പിഞ്ചു കുഞ്ഞിന്റെ രൂപം ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ആ കൊലപാതക കുറ്റം ഏറ്റെടുത്ത് ജയിലിൽ പോവാൻ 100 ആവർത്തി ഞാൻ തയ്യാറായതല്ലേ? എന്നിട്ട് നീ സമ്മതിച്ചോ? അങ്ങനെ സമ്മതിച്ചിട്ട് പിന്നെ ഞാനും നമ്മുടെ മോളും എന്ത് ചെയ്യണമായിരുന്നു? അതിനൊരു ഉത്തരം കൂടി തന്നിട്ട് പോയിക്കൂടായിരുന്നു? സാജനോട് എല്ലാ സത്യം തുറന്നു പറയാൻ ഞാൻ വിനയേട്ടന്റെ കാല് പിടിച്ച് കെഞ്ചിയതല്ലേ? എങ്കിൽ നെഞ്ചിൽ തീയുമായി നമ്മൾ ഈ 5 വർഷം കഴിയേണ്ടി വരുമായിരുന്നു. നീ എത്ര സിമ്പിളായിട്ട് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നു. അന്ന് മരിച്ചത് സാജന്റെ മോൾക്ക് പകരം നമ്മുടെ സ്വന്തം മോൾക്കായിരുന്നെങ്കിൽ അത് ഒരു നിമിഷം നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വർഷങ്ങളായി തന്റെ മോളെ എങ്ങനെ ഉണ്ണുന്നു, എങ്ങനെ ഉറങ്ങുന്നു എന്ന് ഓരോ നിമിഷം വിളിച്ചു ചോദിക്കുന്ന, അവളുടെ ഓരോ പ്രായത്തിനും അനുസരിച്ചുള്ള ഡ്രസ്സും കളിപ്പാട്ടങ്ങളും അയച്ചു കൊടുക്കുന്ന അവന്റെ മാനസികാവസ്ഥ നീ ഒന്ന് ഓർത്തു നോക്ക്. പിന്നെ ഇത്ര നാളും അവനെ ചെന്ന കാശിന് വലിയൊരു വില. ഓ, അപ്പൊ അതല്ലേ മാസം കൈപ്പറ്റുന്ന അമേരിക്കൻ ഡോളർ നിലയ്ക്കുമെന്നുള്ള പേടിയായിരിക്കും. ആ ഡോളറിന് മുമ്പിൽ നമ്മുടെ മോൾക്ക് എന്ത് വില അല്ലേ? കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ നീ എന്നെ ഇത്രയെങ്കിലും മനസ്സിലാക്കിണ്ടല്ലോ. പെണ്ണെന്നും സ്വാർത്ഥ എന്ന് പറയുന്നത് വെറുതെ അല്ല. അതെ, ഞാൻ സ്വാർത്ഥയ. ഏതൊരമ്മയെ സ്വന്തം കുഞ്ഞിന് വേണ്ടി കാട്ടുന്ന സ്വാർത്ഥത എനിക്ക് എന്റെ കുഞ്ഞ് കഴിഞ്ഞ് മറ്റെന്തോ ഉള്ളൂ. അതിനു വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാ. അതിന്റെ പേരിൽ ഏത് ബന്ധം തകർന്നാലും എനിക്കൊന്നുമില്ല. നിനക്ക് ബന്ധങ്ങൾ അർത്ഥം കുറിക്കാൻ എളുപ്പാ. കാര്യരുമ്പിന്റെ മനസ്സല്ലേ, ഒരു തുള്ളി ചോര പോലും പൊടിയില്ല.
എന്നാലൊരു പുരുഷന്റെ മനസ്സ് അങ്ങനെയല്ല. ബന്ധങ്ങൾ അർത്ഥം കുറിക്കുമ്പോ ഒരുപാട് ചോര പൊടിയും. ഞാനൊരു പച്ച മനുഷ്യനാ. വിനേട്ടൻ എന്ത് ഫിലോസഫി പറഞ്ഞാലും എന്റെ മോളെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഇനി അങ്ങനെ സംഭവിക്കണമെങ്കിൽ അതിനെ കൊന്നിട്ടാവണം. നല്ല സൂപ്പർ സാധനം സാറേ, കഴിച്ചു നോക്കൂ. സാറിന് ഇതെന്തു പറ്റി? ഇതൊന്നും പതിവുള്ളതല്ലല്ലോ. ഞാനൊന്ന് ചോദിക്കണമെന്ന് വെച്ചിട്ട് 2 ദിവസമായി. ചോദിക്കാവോന്ന് അറിയില്ല, എങ്കിലും ചോദിക്കുക. എന്നോട് ഷെയർ ചെയ്യാവുന്ന വല്ല പ്രശ്നമാണെങ്കിൽ. എന്ത് പ്രശ്നവും വരിക? പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലല്ലേ ജീവിക്കാനൊരു തൊഴിലുള്ളൂ. അല്ലടാ മത്തു? നീ നിന്റെ ആ മാസ്റ്റർ പീസ് രണ്ടുപേരും ഒന്ന് മൂളിക്കടാ. വാനത്തിലെ എറിയതൊരു വട്ടവിളക്ക് യാത് വണങ്ങിടവേ ഏറ്റുവെപ്പോ കുത്തുവിളക്ക് ചന്ദ്രൻ നമുക്ക് ദൈവമടിയാത് കുമ്പിട്ട്. എടാ മുത്തുവേ, മാനേജർ സാറെ பார்க்க ഒരു ഫ്രണ്ട് വന്നിருக்கு. ചെറിയൊരു ജലദോഷം ഉണ്ടായിരുന്നു, അതാ നേരത്തെ കിടന്നേ. മോളെ എഴുന്നേറ്റ്, ഇതാരാ വന്നിരിക്കുന്നേ നോക്കിയേ. മോളെ വേണ്ട, വിളിക്കണ്ട. സുഖമില്ലാത്തല്ലേ അവക്ക്. കുറെ കളിപ്പാട്ടങ്ങളും മറ്റും എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിലും എല്ലാം ഇവിടെ കിട്ടുമല്ലോ. ഇവനിതെന്ത് പറ്റി പ്രിയ? എടാ സോറിടാ. എടാ നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയ വിളിക്കാതെ ഞാൻ ഇങ്ങോട്ട് വന്നു. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ മോളുടെ വിചാരമായിരുന്നു. സ്പീഡ് പോരാന്ന് പറഞ്ഞ ഡ്രൈവറെ അടുത്ത് വഴക്ക് വരെ പിടിച്ചു ഞാൻ. നിനക്ക് ഫ്രഷ് ആവണ്ടേ? അതൊക്കെ ഗസ്റ്റ് ഹൗസിൽ ചെന്നിട്ട് വന്നപ്പോ ഒരാളത്തിനുള്ള വിശപ്പുണ്ടായിരുന്നു. ഇവിടത്തെ എന്നെ മോളെ കണ്ടപ്പോ അതൊക്കെ എവിടെ പോയെന്നറിയില്ല. കുറച്ചു നേരം ഞാൻ ഇവളെടുത്തിരിക്കട്ടെ, എന്നിട്ടാകുമല്ല. എത്ര വട്ടം ഞാൻ നിന്നോട് പറഞ്ഞതാ, അവന്റെ മുമ്പിൽ വെച്ച് പതറരുതെന്ന്. പിടിച്ചു നിൽക്കണം, കഴിയാന്നിടത്തോളം പിടിച്ചു നിൽക്കണം. പ്രിയേ, എനിക്ക് വിഷമില്ലായിട്ടാണോ? നമ്മുടെ പൊന്നു മോളിലടിയുള്ളൂ. എന്താടാ ഇത്? വയസ്സായിട്ട് ശൃംഗാരമൊന്നും മാറിയില്ലേ? എന്താ പ്രിയ കഴിക്കാനുള്ളത്? ചപ്പാത്തി ചൂടാക്കറൊക്കെ ഞാൻ കൂടണോ? പണ്ടത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഉണ്ടായിരുന്നല്ലോ, എന്താ എന്റെ പേര്? ചിക്കൻ മക്കൻ വാല, അങ്ങനെ എന്തോ ഒരു പേരായിരുന്നല്ലോ. അല്ലെങ്കിൽ പ്രിയ ഉണ്ടാക്കുന്നതിനെല്ലാം നല്ല സ്വാദാണെന്ന് എന്റെ റസി എപ്പോഴും പറയുമായിരുന്നു.
കൈയിട്ടോളൂ. ഞാൻ പ്രിയച്ചിയുടെ ശിഷ്യത്തെ സ്വീകരിക്കാൻ പോവാ. എന്തിന്? എന്തൊരു കൈപ്പുണ്യ പ്രിയച്ചിക്ക്. ആ വിനയന്റെ ഭാഗ്യം. ദേ അവൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ റസിയ. ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ രണ്ട് വീട്ടുകാരും പിണക്കന്മാരെ തങ്ങളെ സ്വീകരിക്കുമെന്നും എൻ്റെ അമ്മച്ചിയും അവളുടെ ബാപ്പയും ഉമ്മയും ആങ്ങളമാരും ഒക്കെ തങ്ങളുടെ കുട്ടിയെ ലാളിക്കുന്നതുമെല്ലാം റസിയ ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു.